ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള പച്ചക്കറികളുമൊക്കെയായി ഞങ്ങൾ കാട്ടിലേക്ക് യാത്രയാവുകയാണ്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. എത്രയോ നാളുകളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ആദ്യം ഞങ്ങളെ വരവേറ്റത് ഈ ഒരു കൂട്ടം പക്ഷികളാണ്. സത്യത്തിൽ ഇവർ എക്സസൈസ് ചെയ്യാണോ എന്ന് തോന്നിപ്പോയി. ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി ആ നോ എൻട്രി ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരികയാണ് സുരേഷേട്ടൻ. നമ്മുടെ ഗൈഡ് മനോജേട്ടനോട് കൃഷ്ണേട്ടൻ ആദ്യം ചോദിക്കുന്നത് ഈ കാട്ടിൽ ആനയുണ്ടോന്നാണ്. സൈലൻ്റായി നടക്കാനുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. മേലെ ഒരു മലയണ്ണാൻ്റെ കൂട് കണ്ടു. പിന്നെ എവിടെയൊക്കെയോ സൈലൻസ് ബ്രേക്കായിക്കൊണ്ടേയിരുന്നു. 1-2 അല്ല, ഒരു 4.5 കിലോമീറ്ററിലധികം ഞങ്ങൾക്ക് ഉള്ളിലേക്ക് നടക്കാനുണ്ടായിരുന്നു. ഇടയ്ക്കിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലാതെ ഒഴുകുന്ന അരുവി ഞങ്ങൾക്ക് മിസ്സായി. പണ്ടുകാലത്ത് സീലുണ്ടാക്കാനായി ഉപയോഗിക്കുന്ന മുള്ളുണ്ടാവുന്ന മരമാണത്, മുള്ളിലം. ഇത് കിരിയാത്ത്, നിലക്കാഞ്ഞിരം. അപ്പൂപ്പന്താടി കാണുമ്പോൾ നമ്മളൊക്കെയും ഒരു കുട്ടിയായി മാറാറില്ലേ? ഇതാണ് ആനടിയൻ. മൈഗ്രെയിനൊക്കെ വളരെ നല്ല ഔഷധമാണെന്നാണ് പറഞ്ഞത്. മാക്കാച്ചിക്കാട് എന്ന വിശേഷപ്പെട്ട പക്ഷി വന്നിരിക്കാറുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു മരമാണ് ഈ മടുക്ക. ഇതിലൊരു ഫംഗൽ വരും. അതിങ്ങനെ വള്ളി പോലെ കിടക്കും. അതിലേക്ക് ഉണങ്ങിയ ഇലകൾ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് മാക്കാച്ചിക്കാടയ്ക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഈ പക്ഷിയുടെ നിറം ഏകദേശം ഉണങ്ങിയ ഇല പോലെയാണ്. വെള്ളമില്ലാത്ത ചാലുകളും വള്ളിച്ചെടികളും എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടത്തം തുടരുകയാണ്. ഈ മരത്തിൻ്റെ പേരാണ് ചീനി. വൻതേനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മരാണത്രേ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി എന്നൊരു പാട്ടുണ്ടല്ലോ, ഇതാണ് ഒരു തരം കുറിഞ്ഞി, കാട്ടുകുറിഞ്ഞി. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറായ മാക്കാച്ചിക്കാടയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാക്കാച്ചിക്കാട മഹാധ്യാനത്തിലാണെന്ന് തോന്നുന്നു. ഒരനക്കവും ഇല്ല. ഇത്രയധികം ആരാധകർ വന്നു പോയത് ശ്രദ്ധിക്കുന്നേയില്ല. ആരാധകരെല്ലാം പക്ഷിയെ ക്യാമറയിൽ പിടിച്ച സന്തോഷത്തിൽ തിരിച്ചു പോരുകയാണ്. ഇവർ പൊതുവായി ഇരിക്കാറുള്ള സ്ഥലങ്ങളൊക്കെ ഗൈഡ്സിന് നന്നായിട്ട് അറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുകിട്ടാൻ എളുപ്പമായി. കാടിൻ്റെ ഓരോ ബ്യൂട്ടിയും ഞങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. ഇനി വെറുതെ ഇരിക്കാനാവില്ല. രാത്രി ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വിറക് വേണം. ഇനി അത് കണ്ടെത്തുന്ന തിരക്കിലാണ്. ഇതാണ് ഞങ്ങളുടെ അടുക്കള. ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്കിങ്ങിൽ രാജീവേട്ടനെ വെല്ലാൻ ഇക്കൂട്ടത്തിൽ ആരുമില്ല. സപ്പോർട്ടിനായി ബാക്കി എല്ലാവരും ഉണ്ട്. ഇവരെ പിന്തുടർന്ന് ഷെബിച്ചേട്ടൻ എല്ലാം ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. മറ്റൊരു നുഴഞ്ഞുകയറ്റക്കാരനും ഇക്കൂട്ടത്തിലേക്ക് ചേരുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം ആദ്യമായി ചെയ്യുന്നതിൻ്റെ ആവേശവും അതിൻ്റെ എല്ലാ പരിമിതികളോടെയും ഓരോരുത്തരും ഇത് ഒരാഘോഷമാക്കുകയാണ്. ജോലിയോ ജീവിത സാഹചര്യങ്ങളോ പ്രായമോ അങ്ങനെയൊന്നും ഇവിടെ ആർക്കും ഒരു ബാധകമായിരുന്നില്ല. അപ്പോഴേക്കും
അഷ്ടഗന്ധം പുകഞ്ഞു തുടങ്ങി. ഒരു ഭാഗത്ത് രാജീവേട്ടൻ കുടിവെള്ളം തിളപ്പിച്ചു കഴിഞ്ഞു. ഇടവേളകളെ ആനന്ദപ്രദമാക്കാൻ കൃഷ്ണേട്ടൻ ഇവിടെ കുറച്ച് കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽപ്പാണ്. അവിടെ നിന്നും ഞങ്ങൾ കരിമുത്തൽ കണ്ടെത്തി. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഇരുട്ടി തുടങ്ങി. വീരപ്പൻ അഗ്നിജ്വാലകൾ ഉയരട്ടെ. അടുത്ത ബെല്ലിനോടുകൂടി നാടകം ആരംഭിക്കുകയായി. അങ്ങനെ ഈ തീജ്വാലകൾ സാക്ഷിയായി ഞങ്ങളെല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയും സൊറ പറഞ്ഞും വളരെ സന്തോഷത്തോടെ സമയം നീക്കി. അതിനുശേഷം ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. ഇവിടെ ഇങ്ങനെ കപ്പ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷെബിച്ചേട്ടൻ സ്വന്തം അനുഭവ കഥകൾ വിവരിക്കുകയായിരുന്നു. ഷിപ്പിലെ ക്യാപ്റ്റനായിരുന്നു ഷെബിച്ചേട്ടൻ. ഓരോരുത്തരും എത്ര ശ്രദ്ധയോടെയാണെന്നോ മറ്റുള്ളവരെ കേൾക്കുന്നത്. ചപ്പാത്തിയും ഉള്ളിക്കറിയും ഒക്കെയായി അങ്ങനെ ആ രാത്രി അവസാനിച്ച് അടുത്തൊരു ദിവസത്തിലേക്ക് കടന്നു. കാട്ടുപൂക്കളെയും പ്രഭാത സൂര്യനെയും ഒക്കെ കണ്ടാസ്വദിച്ച് ഞങ്ങൾ മോർണിംഗ് വാക്കിനിറങ്ങി. ഇതാണ് കാട്ടുജാതിക്ക. ഇത് പെയിന്റിന് നിറം കൊടുക്കാൻ ഉപയോഗിക്കുത്രേ. വമ്പൻ മരങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുത്തെ ടൂറിസ്റ്റുകാർ താമസിക്കുന്നിടത്തെത്തി. ഞങ്ങൾക്ക് മുമ്പിൽ അടുത്തതായി വന്നുപെട്ടത് മരയണ്ണാനായിരുന്നു. രാവിലെ കഞ്ഞിയും പയറും ഒക്കെ കഴിച്ചതിൻ്റെ ഉഷാറിൽ ഞങ്ങളുടെ ഉദ്യമത്തിലേക്ക് കടന്നു. അതിനൊപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തൊട്ടു മുമ്പൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ കാണാൻ പോയത് അവിടെയുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കാടിനുള്ളിലെ ഇത്തരം കാഴ്ചകളൊക്കെ വളരെ സുന്ദരമായിട്ടും പുതിയൊരു അനുഭവമായിട്ടും തോന്നി. അവിടെ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരവിടെ കുളിക്കുന്നത് കൊണ്ട് അവരുടെ പ്രൈവസിയെ മാനിച്ച് വീഡിയോസ് ഒന്നും എടുക്കാതെ തിരിച്ചു മടങ്ങി. തിരിച്ചു പോകുന്ന വഴിക്കൊരു ഡൈവേഷൻ എടുക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് മലയൊക്കെ കയറാനുണ്ട്. ഇതായിരുന്നു ശരിക്കും നല്ലൊരു അനുഭവം തന്നത്. രാവിലെ കഴിച്ചതൊക്കെ എപ്പോഴോ ദഹിച്ചുപോയി. ഇനി ഒരു ലഘുഭക്ഷണമൊക്കെയായി കന്നാലിപ്പാറയിൽ കൂട്ടിമുട്ടാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും കയറുന്നത്. ഇങ്ങനെ കയറ്റവും ഇറക്കവും ഒക്കെയായി ഒരുപാട് കിലോമീറ്ററുകളോളം ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൂരം ഇല്ലാതാക്കിയത് ഞങ്ങൾക്ക് പരസ്പരമുണ്ടായിരുന്ന നല്ല സൗഹൃദമായിരുന്നു. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. ഇത് തീർച്ചയായിട്ടും മറക്കാനാവാത്ത ഒരു ആദ്യ ട്രക്കിംഗ് അനുഭവമാണ് എനിക്ക്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അത്രയും സുരക്ഷിതത്വത്തോടെ ഈ യാത്രയൊരുക്കിയ ഗ്രീൻ ക്യാപ്പിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരേ താല്പര്യങ്ങളിൽ കൃഷ്ണേട്ടനും ഫാമിലിയും സുരേഷേട്ടനും ഫാമിലിയും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം തോന്നി.
കൃഷ്ണേട്ടൻ ഭാര്യയെ സംരക്ഷിക്കുന്നത് അക്കൂട്ടത്തിലെ വിവാഹിതർക്കും അവിവാഹിതർക്കും ഒരു മാതൃകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കന്നാലിപ്പാറയിലെത്തി. കുറച്ചു നേരം വിശ്രമം. നട്ടപ്പാറ വെയിലിൽ പാറപ്പുറത്ത് ശ്യാമിൻ്റെ പാട്ടും ഡാൻസും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മേലെ നിന്നും ദൂരെ കണ്ട റോഡ് കണ്ട് ആശ്വസിച്ചു. വീണ്ടും താഴേക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.